അപ്പോൾ ഇന്ന് നമുക്ക് ഈ ബോൺസായുടെ പ്ലാന്റ് കട്ട് ചെയ്ത് വൃത്തിയാക്കാൻ കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാൻ ഇപ്പച്ചി ഉണ്ണിയേറ്റനും പാടുണ്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കുന്നത്. അപ്പോൾ അതേ കണ്ടില്ല, അടിയിൽ കൂടെ ഒക്കെ ഒരുപാടധികം കമ്പ് വന്നിട്ട് നല്ല ബുഷായിട്ടുള്ളൊരു പ്ലാന്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് അടിയിൽ നിന്ന് വന്ന ഈ അധികം കമ്പുകളൊക്കെ ഫുള്ള് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. എന്നാലാണ് നമുക്ക് അതിൻ്റെ വേര് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ അടുത്തൊരു 4-5 വർഷത്തിലധികമായിട്ട് നമ്മുടെ കയ്യിലുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ, ഈ ഒരു ബോൺസായുടെ പ്ലാന്റ്. അപ്പോൾ ഇത് കുറേ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യാതെ വെച്ചതായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഒരു വട്ടമൊന്നും കട്ട് ചെയ്ത് പോയിട്ട് 2-3 വട്ടയിലും കട്ട് ചെയ്യണം. അപ്പോൾ 2 മാസം 3 മാസം ഗ്യാപ്പ് ഇട്ടിട്ട് 3 വട്ടമെങ്കിലും ഇനി കട്ട് ചെയ്യാനുണ്ട് നമ്മൾ, എന്നാലും ഇത് കറക്റ്റായി ഇത് വരുള്ളൂ. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമ്മളെടുത്ത് 2-3 ബോൺസായി വേറെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ അതേ കണ്ടില്ലേ, നല്ല രീതിക്ക് തന്നെ അടിയിൽ നിന്ന് വന്ന വലിയ കൊമ്പായാലും ചെറിയ കൊമ്പായാലും എല്ലാ കമ്പും നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബോൺസായുടെ ചെറിയ കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വലിയ ബോൺസായിട്ട് കണ്ടാലോ. മാളിക പണിയണ മാറ്റത് തീർക്കണ കാറ്റിവനാണ്.